സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കുറേ നാളുകളായിട്ട് യൂട്യൂബിൽ പല നല്ല അറിവുകൾ ഞാൻ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അറിവുകളൊക്കെ നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുമുണ്ട്. ഒത്തിരി പേരുടെ കമൻറ്റുകൾ വരുന്നുണ്ട്. മറുപടി ഞാൻ ഒരു ദിവസം കുത്തിയിരുന്ന് എൻ്റെ കൂടെയുള്ള ഡോക്ടറെയും കൂട്ടിയിട്ട് ഞാൻ കേൾക്കുന്നു, ഞാൻ മറുപടി കൊടുക്കുന്നു, ഡോക്ടർ അത് ടൈപ്പ് ചെയ്യുന്നു, ചെയ്തു തരാം. കുറേ പേർക്ക് ഇടാനുണ്ട്. പിന്നെ പിന്നെയും ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പല വീഡിയോകളും അതിനകത്തുണ്ട്. അതൊന്നും കാണാൻ മനസ്സ് വെക്കുന്നില്ല. അത് തന്നെ പിന്നെയും ചോദിക്കും. എന്നാലും ഞാൻ ഉള്ള കമൻറ്റിൻ്റെയൊക്കെ മറുപടി തരാം. ഇന്നത്തെ വിഷയം വെരിക്കോസാണ്. ഇന്നൊത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു പ്രയാസമേറിയ പ്രതിസന്ധിയാണ് വെരിക്കോസ്. ആദ്യം എന്താണ് വെരിക്കോസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വെരിക്കോസ് വെയിൻ നമ്മളുടെ ചെവിയുടെ പുറകെ തലയിൽ നിന്നൊക്കെ താഴോട്ട് രക്തം ഒഴുകുകയും അടിയിൽ നിന്ന് നന്നായി പമ്പ് ചെയ്ത് കയറ്റുകയും ചെയ്യുന്ന സിസ്റ്റമാണ് മനുഷ്യ ശരീരം. അപ്പോൾ താഴേക്ക് ഫ്ലോയിലൊക്കെ ഇറങ്ങിപ്പോവുകയും അടിയിൽ നിന്ന് കയറാൻ വിഷമിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം. അവിടെ എവിടെയെങ്കിലുമൊക്കെ അഴുക്കുകൾ തടസ്സം ചെയ്യുന്നുണ്ടാകാം. ഉദാഹരണമായി ഷുഗർ, പ്രമേഹമുള്ള ആളുകളിൽ ഗ്ലൂക്കോസിൻ്റെ അളവുകൾ ഞരമ്പുകൾക്കുള്ളിൽ അടിഞ്ഞുകൂടി രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താം. അതുകൊണ്ട് കുത്തിക്കൊള്ളുന്ന വേദനകളൊക്കെ വരാം. അതിന് ഡയബറ്റിക്കൽ ന്യൂറോപ്പതി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഈ രക്തത്തിൻ്റെ ഫ്ലോയിനെ, ആ ഒഴുക്കിനെ താഴോട്ടായതുകൊണ്ട് വേഗം ഒഴുകിപ്പോകുന്നു, കയറിപ്പോകാനായിട്ട് പ്രയാസപ്പെടുന്നു. അപ്പം അതിന് ചെയ്യേണ്ടത് വളരെ പ്രധാനമായിട്ട് നമ്മളെല്ലാ ദിവസവും കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ സമയം കിട്ടുമ്പോൾ ഇരിക്കുമ്പോഴോ ഒക്കെ കാൽപാദം മുതൽ മുട്ടിൻ്റെ അവിടം വരെ മുൻവശവും ബാക്ക് വശവും ചെറുതായിട്ടൊരു മസാജ് മുകളിലേക്ക് കൊടുക്കുക. വലിയ അമർത്തിയല്ല, എന്നാൽ ചെറിയ അമർത്തി, ഇത്രയും വിരൽ താഴ്ന്നു പോകുന്ന രീതിയിലുള്ള അളവിൽ അമർത്തി മുകളിലേക്കൊരു മസാജ് ചെയ്യുക. അതെല്ലാ ദിവസവും പടിപടിയായിട്ട് ചെയ്യണം. എന്നാൽ ഒത്തിരി ചുരുങ്ങിക്കൂടിയിരിക്കുന്ന, വലിയ വണ്ണത്തിൽ തടിച്ചിരിക്കുന്ന വെരിക്കോസ് വെയിനെ താഴോട്ടും മേലേക്കും തിരുമാൻ പാടില്ല. മേലേക്കൊട്ടും പാടില്ല, താഴേക്ക് മാത്രം മെല്ലെ കൊടുക്കാം. അത്ര തടിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ആകാതിരിക്കുന്നതിന് മുൻപാണ് ഞാൻ പറയുന്നത്. ഒത്തിരി വണ്ണത്തിൽ തടിച്ചിട്ട് മുകളിലേക്ക് തിരുമ്പുമ്പോൾ അല്ലെങ്കിൽ മസാജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചുമച്ച് തുപ്പുന്നതൊക്കെ ചോരയായി വരും. ലങ്സിലേക്ക് ബ്ലഡ് ഉണ്ടാവുകയും ചുമച്ച് തുപ്പുന്നത് ചോരയായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് അത്ര വണ്ണം വെച്ചതിനെ വലിയ അമർത്തി മുകളിലേക്ക് ഒഴിയരുത് എന്ന് പ്രത്യേകം ഓർക്കണം. ഇനി ഈ ഒഴിയുന്നതിന് ഒരു എളുപ്പം കിട്ടാനായിട്ട് നല്ല പഴുത്ത മടൽ, തെങ്ങിൻ്റെ മടൽ, വീണ് കിടക്കുന്ന മടൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലൊരു 1-2 ചോട്, ചെറിയ ഇല കുറുന്തോട്ടിയും കൂടെ ചുവടെ വേരോടുകൂടി പറിച്ചെടുത്ത് നന്നായി കഴുകി അരിഞ്ഞ് ഇട്ട് വെള്ളം തിളപ്പിച്ച് നല്ലൊരു കഷായം ഉണ്ടാക്കുക. ഈ കഷായത്തിൽ ഇളം ചൂടിൽ കൈമുക്കി മുകളിലേക്ക് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. വെരിക്കോസ് ഇല്ലാത്തവരും ചെയ്യണം. കാരണം നമുക്ക് ഈ വെരിക്കോസ് ഒരു പാരമ്പര്യ ഘടകവും കൂടെയാണ്. വെരിക്കോസുള്ള കുടുംബങ്ങളിൽ അവരുടെ മക്കളുടെ മക്കൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് പകരുന്നതല്ല, ഒരു പാരമ്പര്യ കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. പൊട്ടി എന്നും മനസ്സ് നൊന്ത് വിഷമിച്ചിരിക്കുന്ന എത്രയോ ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടാൻ വരെ കാത്തു നിൽക്കരുത് എന്നാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കുക. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കഷായം ഉണ്ടാക്കിയിട്ട് അത് എല്ലാ ദിവസവും ചൂടാക്കിയാൽ മതി, കുറേ ദിവസം ഇരിക്കും. അതുകൊണ്ട് ചുമ്മാ ഒന്ന് മുകളിലേക്ക് മസാജ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു 5 മിനിറ്റ്, അധികമൊന്നും വേണ്ട. അപ്പോൾ നമ്മളുടെ ഈ തടസ്സത്തെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഒത്തിരി വന്നിട്ടുള്ള ചികിത്സയല്ല നമുക്ക് വേണ്ടത്, വരുന്നതിന് മുമ്പുള്ള ചികിത്സകളാണ് നാം ചെയ്യേണ്ടത്.
പിന്നെ പ്രധാനമായിട്ട് മൺതരികളിൽ കാല് ചവിട്ടി നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും പറയാറുണ്ട്, രക്തത്തിൻ്റെ താഴോട്ടുള്ള വരവും അവിടുന്ന് വേഗത്തിൽ കയറിപ്പോകാനായിട്ടുള്ള ഒരു വഴിയും ഒരുക്കും. അപ്പോൾ മൺതരികളിൽ ചവിട്ടുന്നത് വളരെ നല്ലതാണ്, ചവിട്ടി നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുമ്പോൾ അകമേയുള്ള വെരിക്കോസും പുറമേയുള്ള വെരിക്കോസുമുണ്ട്. പുറമേയുള്ള വെരിക്കോസാണ് ഒത്തിരി വണ്ണത്തിൽ തടിച്ച് കിടക്കുക. അകമേയുള്ള വെരിക്കോസിൽ കാലിന് കളർ മാറുകയുള്ളൂ, വണ്ണം വെച്ചോണമെന്നില്ല. ആ നല്ല വെള്ള കളറാണെങ്കിൽ അതൊരു ബ്ലാക്ക് കളറിന് റെഡിലേക്ക് മാറും. അപ്പോൾ അവിടെയൊക്കെ തടസ്സമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ വരാതിരിക്കാനായിട്ട് ഉള്ള ആ മുൻകൂട്ടിയുള്ള ആ ലളിത മസാജ് വളരെ ഫലപ്രദമാണ്. പിന്നെ ഈ വെരിക്കോസ് വരുന്നതിന് കുറേ കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മളുടെ എണ്ണ, മെഴുക്ക്, കൊഴുപ്പൊക്കെ നിറഞ്ഞ ആഹാര രീതികൾ, അമിതമായിട്ടുള്ള മാംസ്യാഹാരങ്ങളുടെ ഉപയോഗങ്ങൾ രക്തത്തിൽ അഴുക്കുകൾ നിറയാനായിട്ട് സഹായിക്കുന്നു. രക്തത്തിൽ അഴുക്ക് നിറയാതെ കൊണ്ടുപോകണമെങ്കിൽ ആഹാര രീതികൾ ലളിതമാക്കുക, ഞാനീ പറയുന്ന മസാജുകൾ ചെയ്യുക, മൺതരികളിലൂടെ നടക്കുക, അതൊക്കെ നമുക്ക് ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് സഹായിച്ചേക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ചികിത്സയേക്കാൾ വരാതിരിക്കാനുള്ള നല്ല ചിന്തകളാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഈ നിമിഷം വന്നവർക്കും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതനുസരിച്ച് നമ്മൾ ചെയ്യുകയും ചെയ്യണം. നമ്മളുടെ പുളിയില, കുടംപുളിയല്ല, വാളംപുളിയുടെ ഇല ഒരു കിലോയോളം പറിച്ചെടുക്കുക. അത് നന്നായിട്ട് ചതച്ചരച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചിങ്ങെടുക്കുക. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് അത് കലക്കി അരിച്ച് പിഴിഞ്ഞെടുക്കുക. അതൊരു ഉരുളിയിലൊഴിക്കുക. ഉരുളി എന്ന് പറയുന്നത് ഒട്ടുരുളി പറ്റൂല, ഇൻഡാലിയത്തിൻ്റെ പറ്റും, അലൂമിനിയത്തിൻ്റെ ഉരുളിയും പറ്റും. വേറൊന്നും ഉപയോഗിക്കാതിരിക്കുക. കലം പോരാ, ഉരുളി തന്നെ വേണം കേട്ടോ. കാരണം ഇത് ഇളക്കി കൊണ്ടുവരാനായിട്ട് സഹായകമാകണമെങ്കിൽ ഉരുളി തന്നെ വേണം. അപ്പോൾ ഈ 3 ലിറ്റർ വെള്ളം നമ്മൾ ഈ ഉരുളിയിലേക്ക് ഒഴിക്കുന്നു. ഇനി മുരിങ്ങ ഇല ഉണ്ടെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് അതും നമ്മൾ ഇതുപോലെ ഇടിച്ചു പിഴിഞ്ഞ് ഒരു 3 ലിറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നു. പിന്നെ വാദം കൊല്ലിയില എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ഒരു ചെടിയുണ്ട്. ഉയരം കുറച്ച് വെക്കും. ആ ചെടിയുടെ കുറച്ച് ഇലകൾ പറിച്ച് നന്നായിട്ട് ഈ ആട്ടുകല്ലിൽ അങ്ങോട്ട് അരച്ചിട്ട് ഇട്ടിട്ട് വെള്ളം ചേർത്ത് നന്നായി തുണിയിൽ പിഴിഞ്ഞെടുത്താൽ നന്നായി കിട്ടും. അതായിരിക്കും നല്ലത്. അതും എടുക്കുക 3 ലിറ്റർ. അപ്പോൾ 9 ലിറ്ററായി. ഇനി കുറുന്തോട്ടിയുടെ ഇലയും തണ്ടും, കുറുന്തോട്ടിയല്ല, വാദം കൊടി വള്ളിയായിട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് ഇലയും തണ്ടും കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഇടിച്ച് പിഴിഞ്ഞ് 1 ലിറ്ററും കൂടെ ഒഴിക്കാം. അത് മതി. ഇത്രയും വെള്ളം ഈ ഉരുളി ഒരു ഗ്യാസ് അടുപ്പ് പറ്റൂല, വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പേ പറ്റുള്ളൂ. അതിൽ വെച്ച് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 2 കിലോ വെല്ലം ഇട്ട് കൊടുക്കുക. വെല്ലം അഥവാ ശർക്കര എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടി ശർക്കര അങ്ങനെ പറഞ്ഞ ശർക്കരയൊന്നും വേണ്ട. നമുക്ക് വെല്ലം വാങ്ങാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം പലചരക്ക് കടകളിലും കിട്ടും. അതൊരു 2 കിലോ വാങ്ങിയിട്ട്, നല്ല വെള്ളവെല്ലം വേണമെന്നില്ല, ഇച്ചിരി കറുത്ത വെല്ലമായാലും കുഴപ്പമില്ല, 2 കിലോ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് തിളയ്ക്കുമ്പോൾ മുതൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ചട്ടുകം കൊണ്ട്, നീളമുള്ള ഒരു ചട്ടുകം എടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാണ്ട് ഇളക്കാതെ വെക്കരുത്. ആ വെല്ലം ഉരുകിയെന്ന് കാണുമ്പോൾ 2 കിലോ നല്ല ചെന്നിനായകം ഒരു 4 പൊട്ടിച്ചതിലേക്ക് ഇടുക. ഇളക്കിക്കൊണ്ടേയിരിക്കുക. വെള്ളം വറ്റിക്കോട്ടെ. നമുക്ക് 3 ലിറ്ററായിട്ട് വറ്റണം. ഈ 9 ലിറ്ററിൽ 3 ആയിട്ട് വരണം. 10 ലിറ്റർ ഉണ്ട്, അത് 3 3.5 ആയിട്ട് വറ്റി വരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ചെന്നായകം അടി പിടിച്ചു പോകരുത്. ചെന്നായകവും അലിഞ്ഞ് ലയിച്ചില്ലാതാകും. അതിനകത്ത് തിളച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ, ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ ഈ ചട്ടുകം കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി അത് നന്നായി റെഡിയായി കഴിഞ്ഞാൽ, ഈ ചെന്നിനായകം ഒട്ടുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ 1.5 കിലോ
നെയ്യ് ഒഴിക്കുക. നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ മിൽമയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നെയ്യ് മതി. നല്ല കമ്പനിയുടെ നല്ല നെയ്യ് വാങ്ങിക്കുക. ഒരു 1.5 കിലോ നെയ്യ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊരു ഈ 10 ലിറ്ററിനെ 3.5 ലിറ്റർ ആക്കുമ്പോൾ നിർത്തുക. ഇനി വാതക്കൊടി കിട്ടിയില്ലെങ്കിൽ 9 ലിറ്ററിനെ 3 ആക്കുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കൊഴുത്ത ഒരു കുഴമ്പായി മാറി. ഇതാണ് ഇതിൻ്റെ ഒരു നല്ല ചേരുവ. ഇത് തുടക്കം മുതൽ നമ്മൾ എല്ലാ വീടുകളിലും ഇതൊന്നും ഉണ്ടാക്കി സൂക്ഷിക്കാമെങ്കിൽ കുറേ നാൾ ഇരുന്നോളൂ, കിടന്നോവില്ല. എന്നിട്ട് കുപ്പിയിൽ ഒഴിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. എല്ലാ ദിവസവും ഈ വെരിക്കോസ് വെയിൻ തടിപ്പുള്ളവരും വെരിക്കോസ് വെയിൻ്റെ തടിപ്പില്ലാതെ ഉള്ളിൽ വേദന അനുഭവിക്കുന്നവരും ഇത് പുരട്ടുക. ആ പുരട്ടിക്കൊണ്ട് മേളിലേക്ക് മസാജ് ചെയ്തുകൊണ്ട് പുരട്ടുക, മുകളിലേക്ക് മെല്ലെ മസാജ് ചെയ്തുകൊണ്ട് പുരട്ടി കൊടുക്കുക. അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്താൽ അതിനുശേഷം പുരട്ടി ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് സൗകര്യം പോലെ ചെയ്തോളൂ. എത്ര സമയം വെക്കാവോ അത്രയും നല്ലതാണ്. നല്ല ഉണങ്ങിപ്പിടിക്കും കാലിലേക്ക്. എന്നിട്ട് തെങ്ങിൻ്റെ മട്ടൽ, പഴുത്ത മട്ടലും കുറുന്തോട്ടിയും കൂടി അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് ഇളം ചൂടിൽ കഴുകിക്കളയുക. അങ്ങനെ ദിവസം പറ്റുമെങ്കിൽ 2 നേരം ചെയ്യുക. അപ്പോൾ അകത്തുള്ള നീർക്കെട്ടിനെ വലിക്കാനായിട്ട്, അകത്തുള്ള ബ്ലോക്കുകളെ വലിക്കാനായിട്ട്, അകത്തുള്ള വേദനകളെ ഇല്ലാതാക്കാനായിട്ട്, ആ കാലിലുണ്ടാകുന്ന നീര് മറ്റു കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ കാൽപാദം മുതൽ മുട്ടിൻ്റെ താഴെ വരേക്ക്, മുട്ടിനോട് ചേർന്ന് വരേക്ക് മുകളിലേക്ക് ഒരു മസാജ് നമ്മൾ ഇടയ്ക്കൊക്കെ കൊടുക്കുക. നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഒന്ന് അങ്ങ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ചെയ്യാം. നമ്മൾ മുട്ടിൻ്റെ മേളിൽ തുടയിലൊക്കെ നന്നായി തടിച്ചു വരുന്നതുണ്ട്. ഉൾഭാഗത്ത്, തുടയുടെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തടിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കതിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഈ തുടയുടെ ഉൾഭാഗത്തൊക്കെ വരുന്നിടത്ത് പുരട്ടി 3-4 മണിക്കൂർ അവിടെ കിടക്കട്ടെ. അതിന് ശേഷം കുളിച്ച് കൈ കിളന്നാൽ മതി. സമയം ദിവസം കിട്ടുമ്പോഴൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള വെരിക്കോസ് വെയിനെ, അതിൻ്റെ പ്രതിസന്ധിയും പ്രയാസവും വേദനയും കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നല്ല വഴികളിലൂടെ നിങ്ങൾ കടന്നു വരണം. വെരിക്കോസിന് അവിടെ ഒറ്റമൂലിയുണ്ട്, ഇവിടെ ഒറ്റമൂലിയുണ്ട് എന്ന് പറഞ്ഞ് പോകരുത്. ഒറ്റമൂലികളൊക്കെ ഒരുപക്ഷെ നമ്മൾക്ക് മറ്റ് ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ആ ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നല്ല ലളിതമായിട്ടുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആവശ്യമില്ലാതെ ഒറ്റമൂലി പ്രയോഗങ്ങൾ നടത്തരുത്. പിന്നെ അതുകൂടാതെ നമുക്ക് ചിലപ്പോൾ മുറിവുണ്ടായേക്കാം. ഒത്തിരി വ്രണമായി മൂടിക്കെട്ടി വെക്കുന്നത് നല്ലതല്ല, തുറന്നിടണം. ഒത്തിരി വ്രണമാകുന്ന വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. പഴുത്ത് പൊട്ടിയാൽ ഉണങ്ങാൻ ഒരുപാട് താമസിക്കും. രാത്രികാലങ്ങളിൽ വലിയ വേദനയുണ്ടാകും. 29-30 വർഷം മുറിവുണങ്ങാത്തവരൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ പറ്റിയിട്ടുണ്ട്, ചിലതൊക്കെ പറ്റിയിട്ടില്ല. കാരണം അത്ര അധികം വ്രണങ്ങളായിപ്പോയി. അപ്പം നമ്മൾ ഓർക്കണം, ചെറിയ തടിപ്പ് തോന്നുമ്പോൾ മുതൽ ഈ രീതിയിലുള്ള ലളിത അറിവുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. ഞാൻ ഇന്ന് ഈ വെരിക്കോസിന് ഈ മരുന്നിൻ്റെ പറയുമ്പോൾ വീഡിയോയിൽ എനിക്ക് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, വെരിക്കോസിൻ്റെ മരുന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പറയുന്നൊക്കെ ഈ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ വെരിക്കോസ് വരുന്നതിന് കാരണം വയറ് നമ്മളുടെ നല്ല ശുദ്ധി ഉണ്ടാവണം. കാരണം നമുക്ക് ഈ അഴുക്കൊക്കെ ഈ ബ്ലഡിൽ അടിഞ്ഞിട്ട്, അപ്പോൾ നമുക്കറിയാലോ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കിഡ്നി കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിലെ വേസ്റ്റ് ബ്ലഡിലേക്ക് തള്ളുന്നു. ആ ബ്ലഡിനെ കഴുകി ശുദ്ധീകരിക്കുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വൃക്കയ്ക്ക് അത് ചെയ്യാൻ, ആ പണി നടത്തുവാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഡയാലിസിസ് ചെയ്ത് രക്തത്തെ ക്ലീൻ ആക്കുന്നു. അപ്പോൾ രക്തത്തെ ക്ലീൻ ആക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി, വൃക്ക. അപ്പോൾ ആ വൃക്കയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ അധികപക്ഷവും ഇന്ന് എളുപ്പ വഴിയിൽ വേവിച്ച് തിന്നുന്ന ഭക്ഷണങ്ങളെ ഒന്ന് നോക്കിക്കോ, ആലോചിച്ച് നോക്കിയേ.
നമ്മൾ കുറച്ച് രാവിലെ വേവിക്കും, അത് ഫ്രിഡ്ജിലേക്ക് വെക്കും, ഉച്ചയ്ക്ക് അതെടുത്തതാണ് ഒന്നുകൂടെ ചൂടാക്കും, കഴിക്കും, ബാക്കി വരുന്നതിനെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കും, അത് വൈകുന്നേരം ഒന്ന് ചൂടാക്കും, കഴിക്കും, ബാക്കിയുണ്ട് രാവിലെ അത് ചൂടാക്കും, കഴിക്കും, അങ്ങനെ പോവുകയാണ്. ഈ ഫ്രിഡ്ജിൽ വെക്കുകയും എടുത്ത് വീണ്ടും വേവിക്കുകയും ചൂടാക്കുകയും വീണ്ടും വെക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വെരിക്കോസിനെ പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു. വയറ് ശുദ്ധിയാവാതെ രക്തത്തിൽ അശുദ്ധിയാകുമ്പോൾ, അത് കൊഴുപ്പായി അടിയുമ്പോൾ, അത് ബ്ലോക്കായി മാറുമ്പോൾ രക്തത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. ആ തടസ്സം ഹൃദയ ധമനികളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഈ നല്ല ചിന്ത, നല്ല അറിവ് ലളിതമായ ഭക്ഷണ രീതിയാണ്. അപ്പം ലളിതമായ ഭക്ഷണ രീതിയും നിത്യമായ ശോധനയും ഇടയ്ക്കൊക്കെ വയറൊന്ന് ശുദ്ധീകരിക്കുന്നതും ഒന്ന് നന്നായി വയറിളക്കി കളയുന്നതും ഒക്കെ വെരിക്കോസ് വെയിനെ തടയാനായിട്ട് നമുക്ക് സഹായിക്കും. വെരിക്കോസ് വെയിനെ തടയാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഈ ഒരു നല്ല ചിന്തകൾ കുഞ്ഞുനാളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം നമ്മളത് സ്വീകരിക്കുകയും ചെയ്യണം. ഞാൻ ഇന്ന് പറയുന്ന ഈ നല്ല അറിവ് വെരിക്കോസ് ഇല്ലാത്തവരും ജീവിതത്തിൽ ചെയ്തു ശീലിക്കണം. ഒരു കുഞ്ഞു മസാജ് കാലിലും മുകളിൽ. ഇനിയിപ്പോൾ ഈ വെള്ളമൊന്നും തിളപ്പിച്ചില്ലെങ്കിലും വെറുതെ കൈയിൻ്റെ വിരലും എല്ലാം അമർത്തിയിട്ട് മുകളിലേക്ക് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വലിച്ചു വിട്ടേ, നല്ലതാണ്. അപ്പോൾ അവരുടെ ആ സപ്ലൈക്ക് തടസ്സം ഉണ്ടാകാതെ പോകാനായിട്ട് സഹായിക്കും. മുട്ടുവരെ മതി, മുട്ടിന് മുകളിലേക്ക് വേണ്ട. അങ്ങനെ അതും പതിവായി ചെയ്യുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ ഒരു രോഗിയല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കിക്കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ശ്രമവും നല്ല ചിന്തകളും നല്ല അറിവുകളും നമ്മൾ സ്വായത്തമാക്കണം. പ്രധാനമായിട്ടും മൺതരികളിൽ നമ്മൾ നടക്കുമ്പോൾ, ആ മൺതരികൾ ചവിട്ടിക്കൊള്ളുമ്പോൾ, ആ കാലിൽ സ്പർശിക്കുമ്പോൾ ആ രക്തത്തിലെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണ് ചെയ്യുക. ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് വഴി തന്നെ ഇതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇന്നെല്ലാവർക്കും തന്നെ വെരിക്കോസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ വെരിക്കോസ് ഈ വെയിൻ്റെ തടിപ്പിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുകയും അശുദ്ധിയില്ലാത്ത രക്തത്തെ പ്രദാനം ചെയ്യാനായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നല്ല തിരിച്ചറിവുകൾ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് വെരിക്കോസ് വരാതെ കാത്തു സൂക്ഷിക്കാം. ചെറിയ രീതിയിൽ വന്നവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനുള്ള എളുപ്പ വഴികളാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞാൻ പങ്കുവെച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ പങ്കുവെക്കുന്ന ഈ നല്ല അറിവ്, അഥവാ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഇല്ലാത്തവർ ചെയ്യുമ്പോൾ ഇനി വരാതിരിക്കും, ഉള്ളവർ തുടങ്ങുന്നതിന് മുൻപേ ചെയ്താൽ വരാതിരിക്കും, തുടങ്ങി അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ട് പിന്നെ നമ്മൾ വലിയ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ചെയ്യാനായിട്ടുള്ള ആ നല്ല ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ലാളിത്യം അത്യാവശ്യമാണ്. ആഡംബര ഭക്ഷണങ്ങളും ഒക്കെ നമുക്ക് ദോഷകരമാക്കി മാറ്റുന്നു. പണ്ട് മണ്ണിൽ പണിയെടുത്തവർക്ക് 1000-ലെങ്ങാനും ഒരാൾക്ക് കണ്ടെങ്കിലായി. ഇന്ന് 1700 പേർക്കും അല്ലെങ്കിൽ 750 പേർക്ക് വരേക്കും വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. പൊട്ടിയവർ ധാരാളം, പൊട്ടാനായവർ ധാരാളം, തടിപ്പും വേദനയുമുള്ളവർ ധാരാളം, മസിലുകളിലേക്ക് കടുത്ത പെയിൻ എത്തിച്ചെല്ലുന്നവർ ധാരാളമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഞാൻ ഈ നൽകുന്ന നല്ല അറിവ് ജീവിതത്തിൽ നമുക്കൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ആ പ്രാവർത്തികമാക്കുന്ന അറിവ് അത് മറ്റുള്ളവർക്കും കൂടി നമുക്ക് പകർന്നു കൊടുക്കാം. നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ബന്ധുക്കൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അവരും കാണട്ടെ, അവരും അത് മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ. നമ്മൾ ഒരിക്കലും നമ്മളുടെ അറിവുകൾ മൂടി വെച്ച് കൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകളിലൂടെ പഴയ കാലത്തെ നല്ല അറിവുകൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചികിത്സകരും അവർ മറ്റാർക്കും പറഞ്ഞു കൊടുക്കില്ല. അവർ ചെയ്യും, മാറും, നല്ല കുറവുണ്ടാവും. പക്ഷേ ഇയാളുടെ അടുക്ക തന്നെ ചെന്ന് മേടിക്കണം, എന്നാലേ പറ്റുള്ളൂ. നമുക്ക് സ്വന്തം ഉണ്ടാക്കിയാൽ പറ്റില്ല, സ്വന്തം ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പം നമ്മൾക്ക് ദാനമായി കിട്ടിയ അറിവ് ദാനമായി നമുക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അങ്ങനെ ദാനമായി പങ്കുവെച്ച് കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് വലിയ ഗുണകരമായി തീരുക. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വീഡിയോ
നിങ്ങൾ കാണുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നൊക്കെ ഇട്ടോളൂ. എൻ്റെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ അത്യാവശ്യമുള്ളവർ വിളിക്കുകയോ വോയിസ് ആയിട്ട് വാട്സപ്പിൽ ഇടുകയോ ഒക്കെ ചെയ്യാം. നന്ദി, നമസ്കാരം.